എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാരായണം ചെയ്യോ? ബക്കറ ഒന്നുമല്ല, പേടിക്കണ്ട. ഇനി ഇങ്ങാര് വലുത് വല്ലതും പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലാഹ് പേടിക്കണ്ട. ഞാനൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചെറിയ സൂറത്താ, 10 ആയത്തെങ്ങാണ്ടേ ഉള്ളൂ. 10 ആയത്തെങ്ങാണ്ടേ ഉള്ളൂ. ഈ സൂറത്ത് നിങ്ങൾ ഓതിയ നിങ്ങളുടെ പാവം അള്ളാഹു പൊറുക്കും. നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും. അള്ളാഹു സ്വർഗവും തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ. അള്ളാഹുവേ, ഈ കൈ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹുവേ. മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ വലത് കൈകൊണ്ട് തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ അല്ലാഹ്. നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ ഉയർത്തിയ കൈ പിടിച്ച് വിശുദ്ധ ഖുർആൻ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അല്ലാഹ്. അതിനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ഞാൻ പൈസ വല്ലതും ചോദിച്ചോ? ഒരു സൂറത്ത് ഓതുവോന്നേ ചോദിച്ചുള്ളൂ. ഇൻഷാ അല്ലാഹുടെ സ്ഥാനത്താ കൈവക്കല്. ഓതുന്നത് ഓതാത്തത് നിന്റെ ഇഷ്ടം. ഒരു ഇൻഷാ അല്ലാഹുടെ സ്ഥാനത്താ. അപ്പൊ മസിൽ പിടിച്ചിരുന്നവനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ? ഒന്നുകൂടെ കൈവക്കുകയും 2 കാലും കൂടെ പൊക്കും. അതാ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സൂറത്തു തകാസുർ. ഏത് സൂറത്ത്? നബിതങ്ങള് പറയുന്ന സൂറത്തു തകാസുർ ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ഓതാൻ അറിയില്ലേ? ഇൻഷാ അല്ലാഹ് ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? വെറുതെ ഓതിയാ പോരാ. ഇത് വെറുതെ ഓതിയാ നിങ്ങൾ രക്ഷപ്പെടില്ല. ഇതെങ്ങനെ ഓതണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ പള്ളിയിൽ കയറി വന്നപ്പോൾ സഹാബത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. നബി തങ്ങൾ വന്ന് ഇടയിലെങ്ങ് കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു ഖുർആൻ ഓതാൻ. സഹാബി ചോദിച്ചു, ഏത് സൂറത്ത് ഓതണം നബിയെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, തകാസുർ ഓത്. ഈ അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓത്. അപ്പൊ ഈ സഹാബി ഓതാൻ തുടങ്ങി. നബിതങ്ങൾ കരയാൻ തുടങ്ങി. ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് ഓതി കഴിഞ്ഞപ്പോ ചോദിച്ചു, നിങ്ങൾ ആരും എന്തേ കരയാത്തേന്ന് വെച്ചു. സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരും എന്താ കരയാത്തെ? ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല. എന്നാ ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു. രണ്ടാമത് മോദി നബിതങ്ങൾ കരഞ്ഞു. നബിതങ്ങൾ കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കരഞ്ഞു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തേ കരയാത്തെ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല. അപ്പൊ നബിതങ്ങൾ മൂന്നാമത് പറഞ്ഞു, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുന്നവര് കരയണം, അല്ലാത്തവര് കരയുന്നവരെ പോലെ അഭിനയിക്കണം. നമുക്ക് അഭിനയിക്കാം, എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ കണ്ണ് നിറയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു വീടിന്റെ അകത്ത് ഉമർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തിന്റെ കൂടെ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് ചോദിച്ചു, ഏ ചങ്ങാതി, നിന്റെ ആഗ്രഹം എന്താണെന്ന്? ഉമർ തങ്ങൾ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ്, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഈ വീട് നിറയെ എനിക്ക് സ്വർണം കിട്ടണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്.
ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞ മറുപടി, ഈ വീട് നിറയെ സ്വർണം കിട്ടണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം. സ്വർണത്തിനോടുള്ള ആർത്തിയോ പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല. ആ സ്വഹാബി പറയുന്നു, ഈ വീട് നിറയെ എനിക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കാമല്ലോ, പാപങ്ങൾക്ക് കൊടുക്കാമല്ലോ, യതീമീങ്ങൾക്ക് കൊടുക്കാമല്ലോ, രോഗികൾക്ക് കൊടുക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഈ റൂം നിറയെ, ഈ വീട് നിറയെ സ്വർണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ സഹാബിയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആ സമയത്ത് ആ സ്വഹാബി എവിടെന്ന് പറയുകയാ, ഈ വീട് നിറയെ മുത്തും പവിഴങ്ങളും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാം എനിക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാമല്ലോ. ആ ഒരു ആഗ്രഹത്തോടെയാണ് ആ സ്വഹാബിയും അവിടെ നിന്ന് മറുപടി പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പലരോടും ഇങ്ങനെ ആഗ്രഹങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. അവരോരോരുത്തരും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ല ഉമർ തങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്നൊരു സഹാബി ചോദിക്കുകയാണ്, എല്ലാവരുടെയും ആഗ്രഹത്തെ കുറിച്ച് ചോദിക്കുന്നല്ലോ, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ. അല്ല ഖലീഫ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് സ്വർണമല്ല, പവിഴമല്ല പടച്ചവനെ, എനിക്ക് വേണ്ടത് പണമല്ല, എനിക്ക് മുത്തുകളല്ല വേണ്ടത്. എന്റെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, സാലിം റളിയല്ലാഹു തആല അൻഹു, ചില സ്വഹാബത്തിന്റെ പേര് പറഞ്ഞിട്ട് അതാ ഉമർ തങ്ങൾ പറയുകയാണ്, ഈ വീട് നിറയെ അതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, സാലിം റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വീട് നിറയെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പടച്ചവനെ, ഇതാരാ പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 പേരെ എണ്ണിയിട്ട് പറഞ്ഞു, 10 പേരും സ്വർഗ്ഗത്തിലാ. നബിതങ്ങളെ 10 പേരുടെ പേരെടുത്ത് 10 പേരുടെ പേര് പറഞ്ഞിട്ട് നബിതങ്ങളെ പറഞ്ഞു 10 പേരും സ്വർഗ്ഗത്തിലാ. ആ 10 പേരിൽ രണ്ടാമത്തെ സ്വഹാബിയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? നല്ല ചുണക്കുട്ടികൾ ഈ വീടിന്റെ അകത്തുണ്ടാകുന്നത്, ഈ വീടിന്റെ അകത്ത് നല്ല ചെറുപ്പക്കാരുണ്ടാകുന്നത് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ ആരാ പറയുന്നത്? പടച്ചവനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ ആരാണെന്നറിയോ? ഉമർ തങ്ങൾ ആരാണെന്നറിയോ? ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ശപിക്കപ്പെട്ട ഇബ്ലീസിന് വരാ പേടിയാ. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് കടന്നു വരൂല. പടച്ചവനെ, ഉമറിനെ ഇബ്ലീസിന് വല്ലാത്ത പേടിയാണ്. ആ ചുണക്കുട്ടിയായ ഉമർ തങ്ങളാണ് പറയുന്നത്, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള ചെറുപ്പക്കാര് ഈ സമുദായത്തിന് ഉണ്ടാകുന്നതാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടമെന്ന് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഈ ചെറുപ്പക്കാരാ, അവരാരാണെന്ന് നിനക്കറിയുമോ പൊന്നുമോനെ? അവരാരാണെന്ന് നിനക്കറിയോ? നീ അവരുടെ ചരിത്രങ്ങൾ
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച അടിമകളാണവര്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ, 6600 പരമ്പരം ആയത്തുകള്, ആ വിശുദ്ധമായ ഖുർആനിലൂടെ കണ്ണോടിച്ചു നോക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ സമാധാനിപ്പിക്കുകയാണ്. ചില അടിമകളെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്. ആ അടിമകൾ ആരാണെന്നറിയോ? ആ അടിമകളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. പഠിക്കണം ചെറുപ്പക്കാരാ, ആരാ അബൂ ഉബൈദ എന്നറിയോ? ആരാ അബൂ ഉബൈദ എന്നറിയോ? പടച്ചവനെ, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് അബൂ ഉബൈദ ഉള്ളത്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട പിതാവ് ജറാഹു ശത്രുവിന്റെ ഭാഗത്താ. പടച്ചവനെ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിലൂടെ യുദ്ധം നടക്കുമ്പോ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്തിനാണ് ഒളിച്ച് നടക്കുന്നതെന്നറിയോ? എതിർഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്, ശത്രുവിന്റെ ഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്. വാപ്പയും മകനും കൂടെ പരസ്പരം യുദ്ധം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഉബൈദ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകൻ ഇങ്ങനെ പതുങ്ങി വാപ്പയുടെ മുമ്പിൽ പെടാതെ, വാപ്പ കാണാതെ ഒളിച്ചിങ്ങനെ നടക്കുകയാണ്. പക്ഷേ ജറാഹ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, മകനെ തിരഞ്ഞു നടക്കുകയാണ്. വേറെ ഒരു ശത്രുവിനെയും വേണ്ട, ബദറിൽ പങ്കെടുക്കുന്ന വേറെ ഒരാളെയും നോക്കുന്നില്ല. തന്റെ പൊന്നാര മകനെ തിരഞ്ഞു നടക്കുകയാണ്. വാപ്പ മകനെ തിരഞ്ഞു നടക്കുമ്പോ മകന് വാപ്പയെ കാണാതെ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. അങ്ങനെ അവസാനം അതാ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ പിതാവ് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കാണുകയാണ്. ഉറയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് അവിടെന്ന് വിളിക്കുന്ന ഉബൈദ അവിടെന്ന് വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, വാടാ മുഹമ്മദേ, നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാ അവന് സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്? അവനെ ഇറക്കി വിട് മുഹമ്മദ്, അവനെ ഇറക്കി വിട് മുഹമ്മദ്. എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. പടച്ചവനെ, തന്റെ പൊന്നാര മകന്റെ ദേഷ്യം പിടിപ്പിക്കാറ്, തന്റെ പൊന്നാര മകന്റെ രക്തം തിളപ്പിക്കാറ് പിതാവ് അവിടെ നിന്നുകൊണ്ട് തന്റെ പൊന്നാര മകനെ ഒരുപാട് ചീത്ത പറയുകയാണ്. പക്ഷേ പൊന്നുമോന് മിണ്ടുന്നില്ല. വാപ്പയല്ലേ പറയുന്നത്, വാപ്പയല്ലേ പറയുന്നത്. മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ ജറാഹ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ് സ്വന്തം മാതാവിനെ കുറിച്ച് പറയുന്നത്, സ്വന്തം ഉമ്മയെ കുറിച്ച് പറയുന്നത്. ഉമ്മാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി, ഉമ്മയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. പടച്ചവനെ, അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഉമ്മയാണ്, ആ പറയുന്ന മനുഷ്യന്റെ ഭാര്യയാണ്, പറഞ്ഞുകൊള്ളട്ടെ തമ്പുരാനെ. വാപ്പ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെയും പടച്ചവന്, നീ പിഴച്ചുണ്ടായവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് ചീത്ത പറയുകയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും ആ സ്വഹാബി അനങ്ങുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങുന്നില്ല. അവസാനം ആ പിതാവിനറിയാ, ഇനി എന്റെ പൊന്നുമോൻ ഇറങ്ങണമെങ്കിൽ അവനെ പറഞ്ഞു, അവന്റെ ഉമ്മയെ പറഞ്ഞു, അവൻ ജാരസന്തതിയാണെന്ന് പറഞ്ഞു, അവന് വഴിപിഴച്ചുണ്ടായതാണെന്ന് പറഞ്ഞു. എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ വാപ്പയ്ക്കറിയാം
ഉപ്പയ്ക്കറിയാം ഇനി അവൻ ഇറങ്ങി വരണമെങ്കിൽ ഇനി ഒരാളെ പറഞ്ഞാലേ അവൻ ഇറങ്ങി വരൂ. അങ്ങനെ വാപ്പ ആരെ കുറിച്ചാ പറയുന്നതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് മോശമായി പറയുകയാണ്. നബി തങ്ങൾ അങ്ങനെ മോശമായി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോ അതാ തന്റെ പ്രിയപ്പെട്ട പിതാവ് പറയുന്നത് സഹിക്കുന്നില്ല. സ്വഹാബത്ത് പറയുകയാണ് അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഉമ്മയെ പറഞ്ഞപ്പോ പടച്ചവനെ ചീത്ത പറഞ്ഞപ്പോ അനങ്ങാത്ത അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബി തങ്ങളെ പറയുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് പറയുകയാണ്, ചാടി ഇറങ്ങുകയാണ്. അല്പനേരമൊന്നും കാണുന്നില്ലടോ, അല്പനേരമൊന്നും അറിയുന്നില്ലടോ. കുറച്ച് കഴിയുമ്പോ ഇലാ ഹദറത്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മടക്കുന്നില്ല, നിബിതങ്ങളെ മിണ്ടുന്നില്ല. കാരണം പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. പടച്ചവനെ പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. നിബിതങ്ങളൊന്നും മിണ്ടുന്നില്ല. പിതാവല്ലേ പടച്ചവന്, സ്വന്തം ഉപ്പയല്ലേ പടച്ചവന്. അങ്ങനെ അതാ സ്വന്തം പിതാവിനെ കൊല്ലാൻ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നില്ലല്ലോ പടച്ചവനെ. അങ്ങനെ പലരും പറയുന്നത് ഇസ്ലാം വളർന്നത് വളവാള് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ദീന് പടച്ചവനെ അതാ പിതാവിന്റെ തലയെടുത്ത് ഒരു നിമിഷം നിബിതങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരു നിമിഷം പതറിപ്പോയടോ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലടോ. അങ്ങനെ ഉപ്പയുടെ തലയെടുത്ത് കൊണ്ടുവന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് സലാം പറയുകയാണ്. നിബിതങ്ങളെ തലതിരിക്കുകയാണ്. ഒരു വട്ടം പറഞ്ഞു, രണ്ട് വട്ടം പറഞ്ഞു, മൂന്ന് വട്ടം പറഞ്ഞു. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സലാം അടക്കുന്നില്ല. ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാതെ സങ്കടപ്പെടുകയാ, വല്ലാതെ പ്രയാസപ്പെടുകയാ. അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അടിമയെ സമാധാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? വാപ്പയുടെ തല വെട്ടാനല്ല, ശത്രുവിന്റെ തല മുറിക്കാനല്ല, വാളുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വളർത്താനല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയോ? കൊലപാതകം എത്ര വലിയ പാപമാണെന്നറിയോ? പടച്ചവനെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാ. പിന്നെ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ടോ, ആ അടിമകൾക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേട്ടാ, അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നത് കണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കുന്നതായി കണ്ട, അവർക്ക് സഹിക്കില്ലടോ. അവര് പ്രതികരിക്കുമടോ, ചിലപ്പോ അവര് പ്രസംഗിക്കുമടോ, അവര് പലതും വിളിച്ചു പറയുമടോ. കാരണം എന്തെന്നറിയോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ
അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുകയാ. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലത് കാണുമ്പോഴും പല തെറ്റുകൾ ചെയ്യുമ്പോഴും മുഖം നോക്കാതെ വിളിച്ചു പറയുന്നത്. അത് ആലിമ് ചെയ്താലും, അത് ഹാജിയാര് ചെയ്താലും, അത് പള്ളിയിലെ ഇമാമു ചെയ്താലും പഠിച്ചവനെ അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കുന്ന രീതിയിൽ പലതും നടക്കുന്നത് കാണുമ്പോ വിളിച്ചു പറയാറുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? അവര് മിണ്ടാതെ നടക്കുന്നല്ലോ. അവരും ആലിമീങ്ങളല്ലേ, അവരും തങ്ങന്മാരല്ലേ, അവരും സയ്യിദന്മാരല്ലേ. എന്തേ നിങ്ങൾ മിണ്ടാതെ നടക്കുന്നത്? നിങ്ങൾ മാത്രം എന്തിനാണ് വിളിച്ചു പറയുന്നത്? സഹോദരാ, ആ വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിൽ ഈമാൻ എഴുതി വച്ചിരിക്കുകയാ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തെറ്റുകൾ കാണുമ്പോ പറയുന്നത്. അതുകൊണ്ടാണ് തെറ്റുകൾ കാണുമ്പോ പറയുന്നത്. അതാര് ചെയ്താലും പറയുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വല്ലാത്ത കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. അനാചാരങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാലും ഈ സമുദായത്തെ ഈ അനുയായികൾ തന്നെ നാണം കെടുത്തുകയാണ്. എന്തൊക്കെ പേക്കൂത്തുകളാണ്. ഇന്ന് വിവാഹത്തിന്റെ വേദികളിൽ നടക്കുന്നതെന്താണ്? തെറ്റുതിരുത്താൻ ആളില്ലാതെ പോകുന്നടോ. തെറ്റുതിരുത്താൻ ആളില്ലാതെ പോകുന്നടോ. ഇന്ന് നിക്കാഹൊന്നും വേണ്ടല്ലോ. ഇന്ന് നിക്കാഹൊന്നും വേണ്ടല്ലോ. പഠിച്ചവനെ, നിക്കാഹൊക്കെ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു ചടങ്ങായി മാറുകയാണ്. പഠിച്ചവനെ, അതിനു മുമ്പ് തന്നെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തിരുത്താൻ ആരുമില്ലാതെ പോകുന്നടോ. തിരുത്താൻ ആരുമില്ലാതെ പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കുടുംബത്തിലും ഒരു കാരണവനുണ്ടാകും. ഏത് കുടുംബത്തിലും ഒരു കാരണവനുണ്ടാകും. ഇതുപോലെ അനാചാരങ്ങൾ നടക്കുന്ന, ആർഭാട വിവാഹങ്ങൾ നടക്കുന്ന, അല്ലാഹുവേ, പള്ളിയിലെ ഖതീബിനെ ഉസ്താദന്മാരെ കൊണ്ട് നിക്കാഹ് നടത്തും, തങ്ങന്മാരെ കൊണ്ട് നിക്കാഹ് നടത്തും. എന്നിട്ട് ഓഡിറ്റോറിയത്തിന്റെ അകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ പറയാൻ കഴിയുന്നതല്ല. ആ ഉസ്താദ് പോലും സങ്കടപ്പെട്ടു പോകുന്ന, ആ നിക്കാഹ് നടത്തിയ തങ്ങൾ പോലും സങ്കടപ്പെട്ടു പോകുന്ന ദയനീയമായ അവസ്ഥയിലൂടെ ഈ സമുദായം കടന്നു പോകുമ്പോ സഹോദരാ, ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഒരാളെങ്കിലും തിരുത്താൻ കാണുമടോ. ഏത് വീട്ടിലും ഒരാളെങ്കിലും കാണുമടോ. എന്നാൽ അങ്ങനെ ഒരു കാരണവന്, ഒരു വാപ്പയോ ഒരു ഉമ്മയോ ഇന്നത്തെ വീടുകളിന്റെ അകത്തില്ലാതെ പോകുന്നു. ഇന്നത്തെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നു. പഠിച്ചവനെ, ഉള്ളവര് തിരുത്തുന്നില്ല. ഉള്ളവര് തിരുത്തുന്നില്ല. കാരണം പ്രായമുള്ള വാപ്പയോട് ചോദിക്കുന്നു, നിന്റെ മക്കളല്ലേ ഇത് കാണിക്കുന്നത്? നിന്റെ കൊച്ചുമക്കളല്ലേ ഇത് കാണിക്കുന്നത്? വാപ്പമാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? ഇന്ന് നിക്കാഹൊക്കെ ആർക്ക് വേണം? ഇന്ന് നിക്കാഹൊന്നുമില്ല. നിക്കാഹൊക്കെ ഏറ്റവും അവസാനമാണ് നിക്കാഹ്. എല്ലാം കഴിഞ്ഞിട്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങന്മാരെ കൊണ്ടുവരും, സയ്യിദന്മാരെ കൊണ്ടുവരും, ഖതീബിനെ കൊണ്ടുവന്ന് നിക്കാഹ് നടത്തും. നിക്കാഹ് നടത്തിയിട്ട് അവരെ അങ്ങോട്ട് കൈമടക്കം കൊടുത്ത് വണ്ടി കയറ്റി വിട്ടുകഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, ദീനിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, ആ തെറ്റ് കണ്ട തിരുത്താൻ ഒരാള് പോലും, ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ച ഒരാള് പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നു. വാപ്പയോട് ചോദിച്ചാൽ പറയും, ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ല. ഇന്നെല്ലാരും ചെയ്യുന്നതല്ലേ, ഇന്നെല്ലാരും കാണിക്കുന്നതല്ലേ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല. വാപ്പ, നിനക്കൊരു ബാധ്യതയുണ്ടല്ലോ, നീ എന്താ ചിന്തിക്കാത്തെ? കാരണവൻ എന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ള ആൾക്ക് അല്ലാഹു ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിന് തങ്ങളോ ആലിമോ പണ്ഡിതനോ മഹാനോ ആകണമെന്നില്ല. ഈ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അള്ള കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് നിനക്ക്. നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാരുണ്ടല്ലോ, ഈ ഇരിക്കണ പ്രായമുള്ള. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നമ്മൾ നടക്കൂല. പ്രായമുള്ളവരുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കൂല. പ്രായമുള്ളവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പ്രായമുള്ള, അത് തങ്ങള പാണക്കാട്ട് തങ്ങന്മാരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരാണോ, ആലിമ്യങ്ങളാണോ? അല്ല, ചില ഉപ്പാനെ കണ്ട എഴുന്നേക്കൂടോ. അത് ഇന്നും അങ്ങനെ തന്നെ.
ചിലരുടെ താടിയും തഴമ്പും അവരുടെ ആ ഒരു ഇത് കണ്ട ചിലപ്പോൾ അറിയാതെ എഴുന്നേറ്റ് പോകും, ഓടിച്ചെന്ന് കൈ പിടിച്ചിട്ട് പറയും പൊരുത്തപ്പെടണം, ദുആ ചെയ്യണം. ഇടോ, അത് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. പ്രായമുള്ളവർക്ക് ഒരു സ്ഥാനമുണ്ട്. എന്താ സ്ഥാനം? വാപ്പ, തെറ്റ് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഉസ്താദിന് മാത്രമുള്ളതല്ല, നിനക്കുണ്ട്. ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട്. നീ ചിലപ്പോ പോയിട്ട് നിന്റെ മക്കളും നിന്റെ കൊച്ചുമക്കളും കൂടെ ഉടുതുണി ഉരിഞ്ഞിട്ട് ആടുന്നത് കാണുമ്പോ പോയിട്ട് തെറ്റാന്ന് പറഞ്ഞാ നിന്നെ ചിലപ്പോ അവിടെ നാട്ടിയിറക്കും, നിന്നെ പരിഹസിക്കും. പരിഹസിക്കട്ടെ, അതങ്ങനെ തന്നെ കണ്ടാ മതി. നിന്നെ കളിയാക്കും, നിന്നെ വേദനിപ്പിക്കും, ചിലപ്പോ നിന്നെ ഒറ്റപ്പെടുത്തും. വലിയ തങ്ങൾ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് നിന്നെ പരിഹസിക്കും. എന്നാ നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയോ? പറയാതിരുന്ന ശിക്ഷ, പറഞ്ഞ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ കുടുംബത്തിൽ വൃത്തികേട് നടക്കുന്ന സമയം നീ മിണ്ടാതെ ഇരുന്ന അതിന് വേറെയാ, അതിന് വലിയ ശിക്ഷയാ. എന്നാ നീ പോയിട്ട് ആ തെറ്റു തിരുത്തിയാൽ, അവര് നിന്നെ കളിയാക്കിയാലും അവരെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും നിന്റെ മക്കളുമെല്ലാം വീടിന്റെ അകത്ത് കിടന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ പേക്കൂത്തുകൾ നടത്തുമ്പോ നീ ചെന്നിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലെ രണ്ടാമത് മൂതുമല്ലോ. പള്ളിയുടെ ഖബർസാലിൽ നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നാളെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഈ കാണുന്ന ഈ വേദിയുടെ ചുറ്റുഭാഗത്ത് ജനങ്ങൾ വളഞ്ഞു നിൽക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സൈന്യം വളഞ്ഞു നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ തെറ്റ് കണ്ടിട്ട് തിരുത്തിയ വാപ്പാ, തെറ്റ് കണ്ടിട്ട് തിരുത്തിയ ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗമാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് കണ്ടാ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. മിണ്ടാതെ നടക്കരുത്, മിണ്ടാതെ നടക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അത് ഹൃദയത്തിന്റെ അകത്ത് ഈമാനുള്ളവർക്കുണ്ടാകുന്ന ഒരു യോഗ്യതയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. കൈകൊണ്ട് തടയാൻ പറ്റുന്നത് കൈകൊണ്ട് തടയണേ. ഒറ്റ തെറ്റ് കാണുകയാണ്, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയ്, ഇല്ലെങ്കിലോ നിന്റെ നാവ് കൊണ്ട് തടയണേ, നിന്റെ നാവ് കൊണ്ട് പറയണേ. സഹോദരാ, നാവ് കൊണ്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണേ. സഹോദരാ, നീ ഒന്ന് വെറുക്കുകയെങ്കിലും ചെയ്യ്. ഇതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് നിനക്ക് ഇറങ്ങി പോകാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, തെറ്റ് കണ്ടാ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? അത് എല്ലാവർക്കുമുള്ള സ്വഭാവമല്ല. അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അല്ലാഹുവേ, ഉലൈക കതബ ബി ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ എഴുതി വച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു യോഗ്യതയാ. അതുകൊണ്ട് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്, അതാണ് ഉമർ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സ്വഹാബിയാരാ?
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കുകയാണ്. നബി തങ്ങളെ കാണാമെന്നോ നബി തങ്ങളുടെ ഉപദേശം കേട്ടോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ തന്റെ പൊന്നാര മകൻ മുസ്ലിമായി എന്നറിയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഇഷ്ടപ്പെട്ടില്ല. തന്റെ പൊന്നുമകനെ മതം മാറി എന്നറിയുമ്പോ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. തന്റെ മതം മാറ്റാൻ, തന്റെ പൊന്നാര മകനെ പഴയ മതത്തിലേക്ക് കൊണ്ടുവരാൻ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. എന്തു പറഞ്ഞിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല. എന്തു പറഞ്ഞിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് വല്ലാത്ത ദേഷ്യമുള്ള ഒരു സഹോദരിയാണ്. അവർക്ക് വല്ലാത്ത ദേഷ്യമാണ്. അവർക്ക് വല്ലാത്ത വാശിയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, സഅദേ, നീ മതം മാറാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കൂല. മതം മാറാതെ ഇനി നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല. ഇനി ഞാൻ വെള്ളം കുടിക്കൂല. മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും. മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും. ഞാനെങ്ങാണം മരിച്ചുപോയാ സഅദേ, എല്ലാവരും നിന്നെ വിളിക്കും ഉമ്മയെ കൊന്നവന്, ഉമ്മയെ കൊന്നവന് എന്ന് നാട്ടുകാര് മുഴുവനും നിന്നെ വിളിക്കുമടാ സഅദേ. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ കൂടെയാണ് വീട്ടിൽ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നബി തങ്ങളുടെ ചാരത്ത് പോകും. അവിടെ അറിവുകൾ പഠിക്കും, നിസ്കരിക്കും, വീട്ടിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഉമ്മയതാ പട്ടിണി കിടക്കുകയാണ്. ഉമ്മ അവിടെ നിന്ന് പട്ടിണി കിടക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് പറയും, ഭക്ഷണം കഴിക്കുമ്മ, വെള്ളം കുടിക്കുമ്മ, മതം മാറാതെ ഞാൻ കഴിക്കൂല, മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. പടച്ചവനെ, ഉമ്മ പട്ടിണി കിടക്കുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും തോറും ഉമ്മയ്ക്ക് വല്ലാത്ത പ്രയാസമായി. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഉമ്മ സത്യാഗ്രഹത്തിലാണ് നബിയേ, ഉമ്മ പട്ടിണിയിലാണ് നബിയേ, ഉമ്മ വല്ലാത്ത വാശിയിലാണ് നബിയേ, എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ക്ഷമിക്ക്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ക്ഷമിക്ക്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവസാനം ജനങ്ങൾ പറഞ്ഞു, സഅദേ, നിന്റെ ഉമ്മ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിന്റെ ഉമ്മ മരിച്ചു പോകും സഅദേ. നിന്റെ ഉമ്മാന്റെ അടുക്കലൊന്ന് ചെല്ല്, നിന്റെ ഉമ്മ നിന്നെ വിളിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു ഭാഗത്ത് ഉമ്മയാണ്, മറുഭാഗത്ത് അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ്. റബ്ബേ, ഉമ്മാനെ വല്ലാത്ത സ്നേഹമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമ്മ വാശി പിടിച്ച് കിടക്കുകയാണ്. ഉമ്മ വാശി പിടിച്ച് കിടക്കുകയാണ്. അവസാനം മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പട്ടിണി കിടക്കുന്ന, തളർന്നു കിടക്കുന്ന ഉമ്മാടെ ചാരത്തേക്ക് ഭക്ഷണവുമായിട്ട് കടന്നു പോവുകയാ. ഉമ്മാടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാടെ വായിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് പൊന്നുമകനെ പറയുന്നു, കഴിക്കുമ്മ, ഈ വെള്ളമൊന്ന് കുടിക്കുമ്മ. ഇല്ലടാ മോനെ, മരിച്ചാലും ഞാൻ കുടിക്കൂല, നീ മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയുടെ വാശി കണ്ടപ്പോ, ഉമ്മയുടെ വാശി കണ്ടപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ,
വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കും നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെക്കാളും വലിയ ഇഷ്ടം അല്ലാഹുവിനോടും അവന്റെ റസൂലിനുമോടുമാണ് ഉമ്മ. മതം മാറണമെന്ന് പറഞ്ഞ് പട്ടിണി കിടക്കുന്ന 9 മാസം ഗർഭവും 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവിനോട് ആ പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, നിങ്ങൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്നാ നിങ്ങളെക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ്. എന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയോ? അല്ലാഹു 1000 ആയുസ് തന്നു, 1000 ആയുസ് അല്ലാഹു നിങ്ങൾക്ക് നൽകി. ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ ദീൻ വിടണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ പട്ടിണി കിടന്നു മരിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയില്ല ഉമ്മ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറയുകയാണ്, 1000 ജന്മമുണ്ടായി, 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി, 1000 ജന്മത്തിലും നിങ്ങളുടെ മകനായി. അല്ലാഹുവിന്റെ ദീൻ